ഒരു കുറി പോലെ ജനങ്ങളുടെ കയ്യിൽ നിന്നും ദിവസവും കുറച്ചു കുറച്ച് പൈസ വാങ്ങുന്നു. ഒരു നിബന്ധനയുമില്ല. എൻ്റെ ആവശ്യത്തിന് ആ പൈസ ഉപയോഗിക്കുന്നു. അവർക്ക് ആവശ്യമുള്ളപ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർ സന്തോഷത്തോടെ പൊരുത്തപ്പെട്ട് ഒരു തുക തരുന്നു. ഇത് അനുവദനീയമാണോ എന്നാണ് ചോദിച്ചിരുന്നത്. ഈ ഇടപാടിൻ്റെ വിഷയത്തിൽ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് ഈ ഇടപാട് എന്താണ് എന്നാണ്. ഇപ്പോൾ ഒരു കച്ചവടം നടത്തുമ്പോൾ കച്ചവടമാണ്, കടം കൊടുക്കുമ്പോൾ കടമാണ്, വായ്പ കൊടുക്കുമ്പോൾ വായ്പയാണ്, കടം കൊടുത്തിട്ട് പണയം വെക്കുമ്പോൾ അത് പണയമാണ്. ഇതിന് ഓരോന്നിനും ഓരോ വിധികൾ. അപ്പോൾ ആദ്യം ഇപ്പോൾ ഇത് പ്രശ്നമുണ്ടാകുക എവിടെയെന്ന് വെച്ചാൽ, ഇപ്പോൾ പാർട്ണർഷിപ്പിൽ എന്ന പേരിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടാവും. നിങ്ങളതിൽ 1 ലക്ഷം എൻ്റെ കയ്യിൽ തരും, എനിക്ക് ചെറിയ സംരംഭമുണ്ട്, മറ്റൊരാൾ 2 ലക്ഷം എൻ്റെ കയ്യിൽ ഒരു സംരംഭം ഉണ്ടെന്ന് പറയും. അങ്ങനെ അവസാനം ഈ സംരംഭം നഷ്ടത്തിലാകുമ്പോൾ കൊടുത്ത ആളുകൾ, നിങ്ങളെന്താ കൊടുത്തത്? ഞാൻ കടമായി കൊടുത്താന്ന് അവർ പറയാം. കാരണം ഇത് കൊടുത്ത കാശ് പൂർണ്ണമായി തിരിച്ചു കിട്ടണം. എന്നാൽ ഞാൻ അവരുമായി പാർട്ണർഷിപ്പാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതിലുള്ള നഷ്ടം അയാൾ വഹിക്കേണ്ടി വരും. അപ്പോൾ ഇവർ പറയും ഞാൻ കൊടുത്ത് കടമായിരുന്നു, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ കൊടുത്ത പൈസ തിരിച്ചിട്ടിയാൽ മതി. എന്നാൽ ആ സ്ഥാപനത്തിലുടൻ പറയും അല്ല, ഞാൻ അയാളുമായി സംസാരിച്ചാണ്, ഇത് കടമായി തന്നല്ല പാർട്ണർഷിപ്പായി തന്നാണെന്ന് പറയും. അപ്പോൾ തർക്കമായി. അതുകൊണ്ട് എന്തൊരു സംരംഭം, ഇതെന്താണ് എന്ന് ആദ്യമായി കൃത്യമായി വ്യക്തമാകണം. കടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എഴുതി വെക്കണമെന്ന് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തിൽ ഏറ്റവും വലിയ ആയത്ത് പറഞ്ഞ് തർക്കങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയും ആ പ്രശ്നം, ഇതെന്താണ്? കുറിയാണോ കടമാണോ? രണ്ടും 2 ഹുക്കുമാണ്. കടമാണ് എങ്കിൽ ഓരോരുത്തരിൽ നിന്നും ഓരോ സംഖ്യ സ്വീകരിക്കും, കടം വാങ്ങുന്നു. തിരിച്ചു കൊടുക്കുമ്പോൾ അതേ കൊടുക്കാൻ പാടുള്ളൂ. കടം കൊടുത്ത ആളുകൾ ഏതായിരുന്നാലും അധികം പൈസ ഇങ്ങോട്ട് കൊടുക്കൂലല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ വിധി. എന്നാൽ നേരെ മറിച്ച് കുറിയാണോ? കുറി അനുവദനീയമാണ്. പക്ഷേ അത് വിളിക്കുറി ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ആദ്യ നറുക്ക് മുഴുവൻ ഞാനെടുക്കും എന്നൊരു നിബന്ധന ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് തന്നെ അത് കുറിയാണോ എന്നറിയില്ല. പിന്നെ കുറിയിലൊരു പ്രശ്നം, പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ളൊരു തെറ്റിദ്ധാരണ, അവൻ കുറി നടത്തി അവൻ അത് പൊളിഞ്ഞു, എനിക്ക് ഇനി എൻ്റെ പൈസ തരണം, അത് അവനോട് ചോദിക്കും. ഇതാണല്ലോ, കുറി നടത്തുന്നവനാണ് എന്തെങ്കിലും ആരുടെയെങ്കിലും അബദ്ധം കാരണം ആ കുറി മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് കാശ് തിരിച്ചു കൊടുക്കുന്നത് കുറി നടത്തുന്നവനാണെന്നാണ്. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. മറിച്ച് എല്ലാവർക്കും കൂട്ട് ഉത്തരവാദിത്തമാണ് കുറിയിലുള്ളത്. കുറി നടത്തുന്ന ആൾ സ്വാഭാവികമായി ഓടിപ്പായേണ്ടി വരും, ഫോൺ ചെയ്യേണ്ടി വരും, ക്യാഷ് കളക്ട് ചെയ്യേണ്ടി വരും, തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിന് ഒരു പക്ഷേ അതിനുണ്ടാകുന്നൊരു സംഖ്യ അയാൾക്ക് വാങ്ങാം. അതല്ലാതെ എല്ലാം അയാളുടെ തലയിലല്ല. ഒരാൾ കാശ് തന്നിട്ടില്ല എങ്കിൽ ആ നഷ്ടം എല്ലാവരും വഹിക്കണം. അപ്പോൾ ഇതൊന്നും അതിൽ വ്യക്തമായി കണ്ടിട്ടില്ല. ഒരു ശുബ്ഹത്ത്, സംശയം അതില്ലാത്ത രൂപത്തിലുള്ള ഇടപാടുകളായിരിക്കണം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ആദ്യം ഇത് കുറിയല്ല എന്നാണ് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ കടം കൊടുക്കലുമല്ല, എന്താണ് എന്ന് വ്യക്തമാകുന്നില്ല.